We shall now discuss the topic diffraction. Diffraction എന്ന് പറഞ്ഞാൽ bending of light around the corners of opaque objects. അതിനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് പാർട്ടിക്കിൾ നേച്ചർ വെച്ച് പറ്റില്ല. ഓൺലി ബൈ യൂസിങ് ഹൈജൻസ് വേവ് തിയറി ഓഫ് ലൈറ്റ് വി ക്യാൻ എക്സ്പ്ലെയിൻ ഡിഫ്രാക്ഷൻ. അപ്പോൾ ഈ ഒപ്പേക്ക് ഒബ്ജക്ട്സ്, ലൈറ്റ് കടത്തിവിടാത്ത ഒപ്പേക്ക് ഒബ്സ്റ്റക്കിൾസിൻ്റെ കോർണേഴ്സിൽ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു. ആ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് their size should be very small of the order of wavelength of light. അപ്പോൾ സ്മോൾ സൈസ് ഓഫ് ദി ഓർഡർ ഓഫ് wavelength of light, ഓഫ് ദി ഓർഡർ ഓഫ് wavelength of light, ലാംഡ എന്നുള്ള വേവ് ഓഫ് ലൈറ്റ് നമുക്കറിയാം നാനോമീറ്ററിലാണ്. വിസിബിൾ ലൈറ്റിൻ്റെ 400 നാനോമീറ്റർ തൊട്ട് 700 നാനോമീറ്റർ വരെയാണ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. അപ്പോൾ ആ നാനോമീറ്റർ റേഞ്ചിലുള്ള അത്രയും ചെറിയ ഒബ്സ്റ്റക്കിൾസ് ആണെങ്കിൽ, വേവ് ലെങ്ത്തിൻ്റെ അത്രയും സൈസുള്ള വളരെ ചെറിയ ഒബ്സ്റ്റക്കിൾസ് ആണെങ്കിൽ ആ ഒബ്സ്റ്റക്കിളിൻ്റെ കോർണറിലൂടെ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വളരെ ചെറിയ ഒരു 0.5 മില്ലിമീറ്റർ ഒക്കെ ഡയമീറ്ററുള്ള ഒരു ഹോളിലൂടെ ലൈറ്റ് പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഹോളിൽ കാണുന്ന ഈ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമല്ല ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ ഒരു സെൻട്രൽ, ഇപ്പോൾ സപ്പോസ് വി ഹാവ് എ ഹോൾ ആൻഡ് ദർ ഇസ് എ സോഴ്സ് ഓഫ് ലൈറ്റ് ഹിയർ. അപ്പോൾ ഈ ഹോളിലൂടെ മാത്രമല്ല ലൈറ്റ് കടന്നു പോകുന്നത്. ഈ ബ്രൈറ്റ് റീജിയൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് റിങ്സ് കാണാൻ സാധിക്കും. അതിനെയാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻട്രൽ റീജിയൻ നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ബ്രൈറ്റ് മാക്സിമം കിട്ടും. അതിനുശേഷം ഇൻറ്റൻസിറ്റി വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരുന്ന ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡുകൾ നമുക്ക് കാണാൻ സാധിക്കും ഓൺ ഐദർ സൈഡ് ഓഫ് ദി സെൻട്രൽ ബ്രൈറ്റ് റീജിയൻ. അപ്പോൾ ഈ പാറ്റേണിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഷാഡോ കിട്ടും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റീജിയനിലും ശരിക്കും ഈ സ്ട്രെയിറ്റ് ആയിട്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇവിടെ മാത്രം ബ്രൈറ്റ്നെസ്, ബാക്കി രണ്ട് ഭാഗത്തും ഈ രണ്ട് സൈഡിലും ജോമെട്രിക്കൽ ഷാഡോ ഡാർക്ക്നെസ് ആയിരിക്കണം. പക്ഷേ ഈ ജോമെട്രിക്കൽ ഷാഡോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റീജിയനിലും ലൈറ്റ് എൻക്രോച്ച് ചെയ്യുന്നു. ലൈറ്റ് അവിടേക്ക് കടന്നു കയറി നമുക്ക് കാണുന്നത് ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് റീജിയൻസ് കാണാൻ സാധിക്കുന്നു. ആ പാറ്റേണിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ലൈറ്റ് സ്പ്രെഡ്സ് ഔട്ട് ഫ്രം നാരോ ഹോൾസ് ആൻഡ് സ്ലിറ്റ്സ്. കുറേ ദൂരം അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. സ്ട്രെയിറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് വിൽ ബിഗിൻ ടു സ്പ്രെഡ്. Light begins to spread from narrow holes and slits. It turns around corners and enter regions where we expect a geometric shadow. That bending of light around the corner of opaque objects which have a very small size of the order of wavelength of light is called diffraction. ഇനി എവിടെയൊക്കെയാണ് നമുക്ക് ഡിഫ്രാക്ഷനിൽ ബ്രൈറ്റ് റീജിയൻസ് കിട്ടുന്നത്, എവിടെയൊക്കെയാണ് ഡാർക്ക് റീജിയൻസ് കിട്ടുന്നത്, അതിന് ഡിറൈവ് ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കണ്ടീഷൻ ഫോർ ഡിഫ്രാക്ഷൻ മാക്സിമം ആൻഡ് ഡിഫ്രാക്ഷൻ മിനിമം. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ള ഒരു വെരി സ്മോൾ സ്ലിറ്റ്, ഇങ്ങനെയുള്ള ഒരു ചെറിയ സ്ലിറ്റാണ്, അതിനെ വലുതാക്കി വരച്ചിരിക്കുകയാണ്. LN എന്നുള്ളതാണ് സ്ലിറ്റിൻ്റെ വിഡ്ത്ത്. ദിസ് ഈസ് A. The slit width is A. It is of the order of millimeter. വളരെ ചെറിയ വിട്ടുള്ള മില്ലിമീറ്റർ റേഞ്ചിലുള്ള വിട്ടുള്ള ഒരു സ്ലിറ്റിനെ LN എന്നുള്ള സ്ലിറ്റിനെ വലുതാക്കി വരച്ചിരിക്കുകയാണ്. കൺസിഡർ എ നാരോ സ്ലിറ്റ് LN ഓഫ് വിത്ത് A ആൻഡ് ഇറ്റ് ഈസ് ഇലുമിനേറ്റഡ് യൂസിങ് മോണോക്രോമാറ്റിക് ലൈറ്റ്. മോണോക്രോമാറ്റിക് പറയുമ്പോൾ സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ്. അപ്പോൾ അക്കോർഡിംഗ് ടു റേ ഓപ്റ്റിക്സ് ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ വി ഷുഡ് ഗെറ്റ് എ ഷാർപ്പ് ഇമേജ് അറ്റ് ദി ഷാർപ്പ് ഇമേജ് ഓഫ് ദ സ്ലിറ്റ് ഓൺ ദ സ്ക്രീൻ. ഈ സ്ലിറ്റ് എത്രയുണ്ടോ അത്രയും ഭാഗത്ത് മാത്രം ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ബട്ട് ആക്ച്വലി വി സീ എ സീരീസ് ഓഫ് ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ഓഫ് ഡിക്രീസിങ് ഇൻറ്റൻസിറ്റി ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ സെൻട്രൽ ബ്രൈറ്റ് റീജിയൻ. അപ്പോൾ സ്ക്രീനിൽ നമുക്ക് ഒരു സെൻട്രൽ ബ്രൈറ്റ് റീജിയനും അതിനുശേഷം ഇങ്ങനെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്ന രണ്ട് ഭാഗത്തേക്കും ഇൻറ്റൻസിറ്റി, we can see that the intensity is going on decreasing on both sides of the central bright region. We get a series of alternate dark and bright bands of decreasing intensity on both sides of the central bright region. അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇവിടെ വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ് A ആണ്,
സെൻട്രൽ പോർഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യുന്നു. ഇനി സ്ക്രീനിൻ്റെ മറ്റൊരു പോയിൻ്റാണ് പി. അപ്പോൾ ഇവിടെ ലൈറ്റ് റേസ് ഇങ്ങനെയാണ് പോകുന്നത്. എല്ലിൽ നിന്ന് വി ആർ ഡ്രോയിങ് ലൈൻസ് ടു പി ആൻഡ് ഫ്രം എൻ ടു പി. അപ്പോൾ ഈ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി റേസ് കമ്മിങ് ഫ്രം എൽ ആൻഡ് എൻ എന്ന് പറയുന്നത്, എല്ലിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ലെറ്റ് ദിസ് ബി ക്യൂ. അപ്പോൾ എൻ ക്യൂ എന്നുള്ളതാണ് എക്സ്ട്രാ ഡിസ്റ്റൻസ്. പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലൈറ്റ് കമ്മിങ് ഫ്രം എൽ ആൻഡ് എൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൻ ക്യൂ ഈസ് ഈക്വൽ ടു എല്ലിൽ നിന്ന് പിയിലേക്കും എന്നിൽ നിന്ന് പിയിലേക്കും. അപ്പോൾ എക്സ്ട്രാ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ ഡിസ്റ്റൻസ് ആണ് എക്സ്ട്രാ. എൻ ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ എൻ ക്യൂ കണ്ടുപിടിക്കാൻ ഈ ട്രയാങ്കിൾ, കൺസിഡർ ദ ട്രയാങ്കിൾ എൽ എൻ ക്യൂ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എൽ എൻ ക്യൂ കൺസിഡർ ചെയ്യുക. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈനിന് പെർപെൻഡിക്കുലറാണ് ഇത്. അപ്പോൾ ഇഫ് ദിസ് ആംഗിൾ ഈസ് തീറ്റ, ദിസ് വിൽ ബി ഓൾസോ ഈക്വൽ ടു തീറ്റ. ആംഗിൾ എൻ എൽ ക്യൂ എന്നുള്ളത് തീറ്റ ആയിരിക്കും ഇവിടെയുള്ള ആംഗിൾ. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത്, സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഫ്രം ദി ട്രയാങ്കിൾ എൽ എൻ ക്യൂ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു, ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ, രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ തന്നെയാണ് അവ തമ്മിലുള്ള പെർപെൻഡിക്കുലേഴ്സ് തമ്മിലും. ഇതിനും ഇതും പെർപെൻഡിക്കുലർ, ഇതും പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് തീറ്റയാണ്. സൈൻ തീറ്റ പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞാൽ എൻ ക്യൂ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എൽ എൻ. സൈൻ തീറ്റ ഈക്വൽ ടു എൻ ക്യൂ ഡിവൈഡഡ് ബൈ എൽ എൻ. ഫ്രം ദിസ് എൻ ക്യൂ ഈസ് ഈക്വൽ ടു എൽ എൻ സൈൻ തീറ്റ. എൽ എൻ എന്ന് പറയുന്നത് സ്ലിറ്റിൻ്റെ വിഡ്ത്താണ്, എ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ പാത്ത് ഡിഫറൻസ് എൻ ക്യൂ ബിറ്റ്വീൻ ദ ടു റേസ് കമ്മിങ് ഫ്രം എൽ ആൻഡ് എൻ, ദ എൻഡ്സ് ഓഫ് ദ സ്ലിറ്റ് ഈസ് എ സൈൻ തീറ്റ. ഇനി we are taking that theta is very small, so theta being very small, sin theta is approximately equal to theta എന്ന് എടുക്കുന്നു. അപ്പോൾ പാത്ത് ഡിഫറൻസിനെ നമുക്ക് എ സൈൻ തീറ്റ എന്നുള്ളതിന് പകരം എ തീറ്റ എന്ന് എടുക്കാം. പാത്ത് ഡിഫറൻസ് ഈസ് എ തീറ്റ. ഇനി നമ്മൾ ജസ്റ്റ് അതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെ വരുന്നു എന്ന് പറയുന്നില്ല. കണ്ടീഷൻ ഫോർ മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ ആയാൽ ദാറ്റ് കറസ്പോണ്ട്സ് ടു ഡിഫ്രാക്ഷൻ മിനിമം. മിനിമം ഇൻറ്റൻസിറ്റിയാണ് എ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ എന്നുള്ളത്, വേർ എൻ ഈസ് ഈക്വൽ ടു +or-1 +or-2 +or-3 എക്സെട്ര. അപ്പോൾ നമ്മൾ ഇൻ്റർഫറൻസിലുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. പാത്ത് ഡിഫറൻസ് എ തീറ്റ എൻ ലാംഡ ആയാൽ ദാറ്റ് കറസ്പോണ്ട്സ് ടു ഡിഫ്രാക്ഷൻ മിനിമം. ഇനി പാത്ത് ഡിഫറൻസ് എ തീറ്റ, പാത്ത് ഡിഫറൻസ് എ തീറ്റ ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ലാംഡ ആയാൽ എ തീറ്റ ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ലാംഡ കറസ്പോണ്ട്സ് ടു സെക്കൻഡറി മാക്സിമം. ഇത് സെക്കൻഡറി മാക്സിമം എന്ന് പറയാൻ കാരണം സെൻട്രൽ ബ്രൈറ്റ് റീജിയൻ, സെൻറ്റർ റീജിയൻ എപ്പോഴും ബ്രൈറ്റ് ആണ്, മാക്സിമം ബ്രൈറ്റ്നെസ് ഉള്ളത് സെൻറ്ററിലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബ്രൈറ്റ് ബാൻഡ്സിനെയാണ് നമ്മൾ സെക്കൻഡറി മാക്സിമം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എ തീറ്റ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ലാംഡ എന്നുള്ളതാണ്. ഇനി ഇതിൽ നിന്ന് വേണമെങ്കിൽ തീറ്റ എടുത്ത് എഴുതാം. തീറ്റ ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ലാംഡ ബൈ എ. അതുപോലെ ഇവിടെ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ ബൈ എ. അപ്പോൾ ദർ വിൽ ബി എ സെൻട്രൽ മാക്സിമം അറ്റ് തീറ്റ ഈക്വൽ ടു 0. അല്ലെ, ഡിഫ്രാക്ഷൻ ഒന്നും നടക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന റേസ് ദേ വിൽ ഗീവ് എ സെൻട്രൽ മാക്സിമം. തീറ്റ ഈക്വൽ ടു 0 എന്നുള്ളത് സെൻട്രൽ മാക്സിമമാണ്. തീറ്റ ഈക്വൽ ടു 0 ഈസ് എ സെൻട്രൽ മാക്സിമം. ഓൺ ഐദർ സൈഡ് ഓഫ് ദി സെൻട്രൽ മാക്സിമം ദർ ആർ അതർ മാക്സിമ. ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഓരോ മാക്സിമത്തിനും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരികയാണ് എവേ ഫ്രം ദ സെൻറ്റർ. ആ സെക്കൻഡറി മാക്സിമത്തിൻ്റെ കണ്ടീഷനാണ് എ തീറ്റ ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ലാംഡ. മിനിമം പൊസിഷൻ ഓഫ് മിനിമം ഇൻറ്റൻസിറ്റിൻ്റെ കണ്ടീഷനാണ് എ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ. അപ്പോൾ നമ്മളൊരു ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ വരയ്ക്കുകയാണെങ്കിൽ path difference is drawn along the x-axis and intensity along the y-axis. അപ്പോൾ സെൻട്രൽ ബ്രൈറ്റ് റീജിയൻ
എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റാണ്. അതിൻ്റെ വിഡ്ത്തും ട്വൈസ് ദാറ്റ് ഓഫ് ദി അതർ മാക്സിമയാണ്. പിന്നെ വി ക്യാൻ സീ ദാറ്റ് ദി ഇൻറ്റൻസിറ്റി ഗോസ് ഓൺ റെഡ്യൂസിങ് ആസ് വി ഗോ എവേ ഫ്രം ദി സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. അപ്പോൾ ഇതാണ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ഹിയർ ഇൻ along the x-axis we are plotting the distance from the center. y-ആക്സിസിലെ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇൻ്റർഫറൻസ് പാറ്റേണും ഡിഫ്രാക്ഷൻ പാറ്റേണും തമ്മിലുള്ള വ്യത്യാസം, ഇൻ്റർഫറൻസ് പാറ്റേണിൽ ദ ബാൻഡ്സ് ആർ ഈക്വലി സ്പേസ്ഡ്. ഓൾ ബ്രൈറ്റ് ബാൻഡ്സ് ഹാവ് ദ സെയിം ഇൻറ്റൻസിറ്റി. അതുപോലെ എല്ലാ ഡാർക്ക് ബാൻഡ്സും കംപ്ലീറ്റ്ലി ഡാർക്കാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സെൻട്രൽ ബ്രൈറ്റ് മാക്സിമം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്വൈസ് ആസ് വൈഡ് ആസ് ദി സെക്കൻഡറി മാക്സിമം. ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ളത് സെൻട്രൽ മാക്സിമം ആണ്. ആ സ്ലിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ വിൽ ബി എ സെൻട്രൽ ബ്രൈറ്റ് മാക്സിമം വിച്ച് ഈസ് ട്വൈസ് ആസ് വൈഡ് ആസ് ദി അതർ സെക്കൻഡറി മാക്സിമം. പിന്നെ ഇൻറ്റൻസിറ്റിയും ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നെസ് സെൻട്രൽ ബാൻഡിനാണ്. ദ ഇൻറ്റൻസിറ്റി ഗോസ് ഓൺ റെഡ്യൂസിങ് ആസ് വി ഗോ എവേ ഫ്രം ദി സെൻറ്റർ. ഇനി നമ്മൾ ഈ ഡിഫ്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഡിഫ്രാക്ഷൻ നടക്കുന്നത്. ഇവിടെ നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ 2 സ്ലിറ്റുകളിൽ നിന്നുള്ള വേവ്സ് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് നമുക്ക് ആ പാറ്റേൺ കിട്ടുന്നത്. ഇതിലാകെ ഒരു സ്ലിറ്റേ ഉള്ളൂ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ പാറ്റേൺ ഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ, ഡിഫ്രാക്ഷൻ ഈസ് ഡ്യൂ ടു സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ഫ്രം ഈച്ച് പോയിൻ്റ് ഓൺ എ സിംഗിൾ സ്ലിറ്റ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്ലിറ്റിലെ ഓരോ പോയിൻറ്റും ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ് എന്ന് each point on the slit is acting as a source of secondary disturbance, and the secondary wavelet from each point on the slits are interfering among themselves. അപ്പോൾ diffraction is due to the superposition or the interference of waves from each point on a single slit. ഇനി രണ്ടിലും ഇൻ്റർഫറൻസ് ആയാലും ഡിഫ്രാക്ഷനിലായാലും ലൈറ്റ് എനർജി ഈസ് റീഡിസ്ട്രിബ്യൂട്ടഡ്. ദർ ഈസ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് എനർജി. ലൈറ്റ് ഒരു സ്ഥലത്ത് റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് ഡാർക്ക് റീജിയനിൽ ഈ എനർജി ഈസ് റെഡ്യൂസിങ് in one region producing a dark band, then it is increasing in another region producing a bright band. So there is no gain or loss of energy, and we can say that both diffraction and interference they obey the law of conservation of energy. ഇനി ആ ഇൻ്റർഫറൻസ് പാറ്റേണും ഡിഫ്രാക്ഷൻ പാറ്റേണും തമ്മിലുള്ള ഡിഫറൻസുകൾ നോട്ട് ചെയ്യണം. അതിൽ നോക്കുക, ഇൻ്റർഫറൻസ് പാറ്റേണിൽ ഈക്വലി സ്പേസ്ഡ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ആണ്. ഡിഫ്രാക്ഷൻ പാറ്റേണിൽ സെൻട്രൽ ബ്രൈറ്റ് മാക്സിമം വിച്ച് ഈസ് ട്വൈസ് ആസ് വൈഡ് ആസ് അതർ മാക്സിമ. ഇൻറ്റൻസിറ്റി ഫോൾസ് ആസ് വി ഗോ എവേ ഫ്രം ദി സെൻറ്റർ ഓൺ ഐദർ സൈഡ്. പിന്നെ ഇൻ്റർഫറൻസ് പാറ്റേണിൽ വി ഹാവ് സൂപ്പർ പൊസിഷൻ ഓഫ് 2 waves ഫ്രം 2 slits. ഡിഫ്രാക്ഷൻ പാറ്റേണിൽ ദർ ഇസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് കമ്മിങ് ഫ്രം ഈച്ച് പോയിൻ്റ് ഓൺ എ സിംഗിൾ സ്ലിറ്റ്. ഇനി സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എ ആണെങ്കിൽ ഫസ്റ്റ് നൾ അല്ലെങ്കിൽ ഫസ്റ്റ് മിനിമം ഓഫ് ദി ഡിഫ്രാക്ഷൻ പാറ്റേൺ പറയുന്നത് എ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ. എൻ 1 ആവുമ്പോൾ ഇത് ഡിഫ്രാക്ഷൻ മിനിമമാണ്. തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഡിഫ്രാക്ഷൻ്റെ ഫസ്റ്റ് മിനിമം കിട്ടും. അതേസമയം ഇൻ്റർഫറൻസിൽ ഈ പോയിന്റിൽ മാക്സിമമാണ് കിട്ടുക. കാരണം എൻ ലാംഡ എന്നുള്ളത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷനാണ്.